ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിലും പലർക്കും ഇത് ഉപയോഗിക്കാൻ അറിയില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ ഒരു ബോധവൽക്കരണം നടത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കത്തിച്ചിരിക്കുകയാണ് ഈ ബോധവൽക്കരണത്തിലൂടെ. പയ്യന്നൂർ ഫയർഫോഴ്സിലെ ജീവനക്കാർ തീ അണയ്ക്കാനുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ ഉപയോഗിക്കാമെന്നൊരു 11 സെക്കൻഡ് റീലിലൂടെ ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഹസ്കി ഡാൻസിനൊപ്പം പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ ചുവടുവെച്ചത്. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിചയപ്പെടുത്തുന്നതാണ് വീഡിയോ. 4 ദിവസം കൊണ്ട് റീൽ കണ്ടത് 10 ലക്ഷത്തിലധികം പേർ. സുരക്ഷാ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കാൻ അധികം അറിയില്ല. എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ തളിപ്പറമ്പിലുണ്ടായിരുന്ന സമീപ കാലത്തുണ്ടായ തീപിടുത്തം, വലിയൊരു തീപിടുത്തം, അതൊക്കെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കെടുത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഉപയോഗം നിലവിലെ ഒരു ട്രെൻഡുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം ഉള്ളൊരു ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PP രാഹുലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത്. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചിത്രീകരണം. N മുരളി, PK അജിത് കുമാർ, PP രാഹുൽ, ജുബിൻ, ജോബി എന്നിവർ ഒപ്പം ചേർന്നു. ഫയർ സ്റ്റേഷൻ ജീവനക്കാർ UK ലിജേഷാണ് വീഡിയോ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്തത്. ആദ്യം ചെയ്യേണ്ടത് പിന്ന് വലിച്ചൂരുക, പുൾ ദ പിൻ, പിന്നെ തീയിലേക്ക് എയിം ചെയ്യുക. അതിനുശേഷം ഇത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ. ഈ ഹസ്കി ഡാൻസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറ്റുപിടിച്ച് അങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയിരിക്കുന്നത്. ഫെലിക്സ് പുളിക്കലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഫെലിക്സ്, ഇതൊരു വസ്തുതയാണല്ലേ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ എപ്പോഴും കാണാറുണ്ടെങ്കിലും പലർക്കും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ശരിക്കും അറിയില്ല എന്നതാണ് ഒരു സത്യം. ഇനി പല ക്ലാസ്സുകൾ ഇത് കണ്ടാൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ ആണെങ്കിൽ പോലും സ്കിപ്പ് ചെയ്ത് പോകുന്നവരും ഉണ്ടാകും. പക്ഷേ ഇത് വെറും 11 സെക്കൻഡ് മാത്രമുള്ള ഒരു റീലാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചത് കൊണ്ട് ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ ഫെലിക്സ്? നമ്മളിപ്പോൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ്സുകൾ, ഇപ്പോൾ ഇതിനുള്ളിലൊക്കെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളിൽ പലർക്കും ഉപയോഗിക്കാൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് കാണാറുണ്ടല്ലോ, നമ്മൾ എവിടെ ചെന്നാലും ഇത് കാണാറുണ്ട്. പക്ഷേ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. ചിലർക്ക് നമുക്ക് ഭൂരിഭാഗം സമയത്തും അത് ഉപയോഗിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പ് വലിയ തീപിടുത്തം ഉണ്ടായത്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന ആളുകളെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പരിചയപ്പെടുത്താമെന്ന് അവർ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴാണ് നമുക്കറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ് ഹസ്കി ഡാൻസ്. അപ്പോൾ ഹസ്കി ഡാൻസാണ് എല്ലാവരും, അല്ലെങ്കിൽ വീഡിയോസ് കൂടുതലായി ഹസ്കി ഡാൻസാണ് നമുക്ക് കാണാൻ കഴിയുക ഫീഡിൽ. അപ്പോൾ ഇവർ ചിന്തിച്ചു, അങ്ങനെയെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇത് ചെയ്താലോ അത്. അപ്പോൾ ആളുകൾക്കൊരു കൗതുകം ഉണ്ടാകും, ഒരു രസം ഉണ്ടാവും, ഒപ്പം തന്നെ ഇതെന്താണ്, എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ അവർ ചേർന്ന് ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. ഒരു ചെറിയ അവർ ആ പാട്ടിനൊപ്പം അല്ലെ ഡാൻസ് ആ മ്യൂസിക്കിനൊപ്പം ചൂട് വെച്ചുകൊണ്ട് അവരെങ്ങനെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കാമെന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ വീഡിയോ ചിത്രീകരിച്ച് വളരെ മനോഹരമായി ചിത്രീകരിച്ചൊരു വീഡിയോ ആണ്. അത് വളരെ മനോഹരമായി എഡിറ്റും ചെയ്തു എന്നതാണ് ഏറ്റവും അത് ഇത്രയും വൈറലാകാനൊരു കാരണമായി മാറിയത്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്. പങ്കുവച്ചപ്പോൾ തന്നെ ഒന്നാമത് ഹസ്കി ഡാൻസ് ഭയങ്കര വൈറലാണ്. അതിനൊപ്പം ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അതും ഫയർഫോഴ്സ് ജീവനക്കാർ തന്നെ വീഡിയോയിലൂടെ ചൂടൊക്കെ വെച്ച് അത് കളിച്ച് കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് കുറച്ചുകൂടി അത് കാണാൻ, അത് അറിയാനൊക്കെ ഒരു താല്പര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, ഒരു ബോധവൽക്കരണം എന്നത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നത് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 1 മില്യൺ വ്യൂവേഴ്സ്, അത്രയും പേര് ഇത് കാണാനിടയായത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ദേശം അതെന്താണോ അത് നടന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ട്രെൻഡും ഒപ്പം ബോധവൽക്കരണവും സന്ദേശവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയ കാലത്ത്. അതിനോടൊപ്പം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർ സഞ്ചരിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം.